ഞങ്ങൾ ഈ കുലുക്കി കുലുക്കി എങ്ങോട്ടാന്നല്ലേ, KSRTC ബസ്സിന്റെ അവസാനത്തെ സീറ്റിൽ ഇരുന്നിട്ടുണ്ടോ? നല്ല രസമാണ്. അത് സൂപ്പർ ഫാസ്റ്റിൽ തന്നെ കയറി നോക്കണം കേട്ടോ. ഞാനും അമ്മയും കൂടെ രാവിലെ റെഡി ആയിട്ട് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വരെ പോവുകയാണേ. വേറെ എവിടേക്കും അല്ല, പരീക്ഷയ്ക്കല്ലേ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൃപാസനം വരെ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അവിടെ കുറേ ആയി ഇപ്പോൾ പോയിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എങ്ങാണ്ടാണ് ഞാനവിടെ പോയത്. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു അവസരം കിട്ടി, അങ്ങനെ ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഒത്തു കിട്ടിയപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അതിന് വേറെ ഒരു ദിവസത്തേക്ക് മാറ്റിയും വെക്കുന്നില്ല. ഇതിനു മുന്നേ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു മനുഷ്യരില്ല. എന്താ പറയുക, തിരക്കൊഴിഞ്ഞ് ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. നല്ല വൃത്തിക്ക് നമുക്കവിടെ ഒരു മനസ്സമാധാനത്തോടെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ തിരക്കില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ ഇങ്ങനെ കാണുന്നത്. കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ നേരെ ബസ് കയറി വീട്ടിലോട്ട് പോകാനായിട്ട് ഇരിക്കുകയാണ്. സ്കൂൾ അടച്ചതുകൊണ്ട് നമുക്ക് ബസ്സിലധികം തിരക്കുകളൊന്നുമില്ല, സമാധാനത്തോടെ ഇരുന്ന് വരായിരുന്നു. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൈഡ് സീറ്റിൽ ഇരിക്കണം. എപ്പോൾ സൈഡ് സീറ്റിൽ ഇരുന്നാലും ഞാനിരിക്കുന്ന ആ ഒരു സൈഡിൽ എപ്പോഴും വെയിലായിരിക്കും. എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയില്ല. വെയിൽ നോക്കാണ്ട് ഇപ്പം ഞാൻ കയറുമ്പോൾ ചിലപ്പം വെയിലുണ്ടാവില്ല, പക്ഷേ വണ്ടി എടുക്കുമ്പോഴത്തേക്കും വെയിലായിരിക്കും. നിങ്ങൾക്കും അങ്ങനത്തെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞങ്ങൾ എവിടെ പോയാലും 2 ബസ് മാറി കയറണം, അത് നിർബന്ധമാണെന്ന് തോന്നുന്നു ഇപ്പം കേട്ടോ. ഇപ്പം ഞങ്ങൾ കയറിയ ബസ്സിൽ ഒരു ചെറിയൊരു ആ കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ ബസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വേറൊരു ബസ് കയറിയിട്ടാണ് വന്നത്. അതുകൊണ്ട് വീട്ടിലെത്താൻ കുറേ ലേറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഫൈനലി വഴിയിലുള്ളവരത്തൊക്കെ കുശലൊക്കെ ചോദിച്ച് നമ്മുടെ വീടിൻ്റെ സ്വന്തം ഇടവഴിയിലോട്ടൊക്കെ കയറിയിട്ട് വെയിലൊക്കെ കൊണ്ട് വൈകുന്നേരത്തെ വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.